ഇവയുടെ ഐആർഎസ് സ്റ്റീം ലോക്കോമോട്ടീവ് ഡിസൈനുകൾ. ഐആർഎസ് ഇന്ത്യൻ റെയിൽവേ സ്റ്റാൻഡേർഡ് ഡിസൈനുകളായ ടെക്സ്റ്റാക്സ് എ, ടെക്സ്റ്റാക്സ് ബി, ടെക്സ്റ്റാക്സ് സി, ടെക്സ്റ്റാക്സ് ഡി, ടെക്സ്റ്റാക്സ് ഇ, ടെക്സ്റ്റാക്സ് എഫ്, ടെക്സ്റ്റാക്സ് ജി, ടെക്സ്റ്റാക്സ് എച്ച്, ടെക്സ്റ്റാക്സ് പി, ടെക്സ്റ്റാക്സ് എസ് എന്നിവ ഇന്ത്യൻ റെയിൽവേ ചരിത്രത്തിൽ പ്രധാനമായും ബ്രോഡ് ഗേജ് സ്റ്റീം ലോക്കോമോട്ടീവുകളുടെ ആവി എഞ്ചിനുകളുടെ തരംതിരിക്കലിന് ഉപയോഗിച്ചിരുന്ന അക്ഷരകോഡുകളാണ്. ഈ കോഡുകളിലെ ആദ്യത്തെ അക്ഷരമായ ടെക്സ്റ്റാക്സ് എന്നത് ആ ലോക്കോമോട്ടീവുകൾ ബ്രോഡ് ഗേജ് ലൈനുകൾക്ക് വേണ്ടിയുള്ളതാണെന്ന് സൂചിപ്പിക്കുന്നു. ഈ സീരീസിലെ ഓരോ അക്ഷരവും എഞ്ചിന്റെ ചക്രങ്ങളുടെ ക്രമീകരണം, വീൽ അറേഞ്ച്മെന്റ്, ഉദാഹരണത്തിന് 2C1 അല്ലെങ്കിൽ 1D1, അതിന്റെ രൂപകൽപ്പനയുടെ ഉദ്ദേശ്യം എന്നിവയെ ആശ്രയിച്ചിരുന്നു. ഉദാഹരണത്തിന്, ചില കോഡുകൾ യാത്രാ ട്രെയിനുകൾ വലിക്കാനുള്ള പാസഞ്ചർ ലോക്കോമോട്ടീവ്സ് എഞ്ചിനുകളെയും മറ്റു ചിലത് ഭാരം കൂടിയ ചരക്ക് ട്രെയിനുകൾ വലിക്കാനുള്ള ഫ്രെയ്റ്റ് ലോക്കോമോട്ടീവ്സ് എഞ്ചിനുകളെയും പ്രതിനിധീകരിച്ചു. ഐആർഎസ് സ്റ്റീം ലോക്കോമോട്ടീവുകളുടെ വർഗീകരണം. ഇന്ത്യൻ റെയിൽവേ സ്റ്റാൻഡേർഡ് ഐആർഎസ് ലോക്കോമോട്ടീവുകൾ 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ വിവിധ റെയിൽവേ കമ്പനികളുടെ പ്രവർത്തനങ്ങളിൽ ഒരു ഏകീകരണം കൊണ്ടുവരാൻ വേണ്ടി രൂപകൽപ്പന ചെയ്ത ആവി എഞ്ചിൻ ക്ലാസുകളാണ്. 1924-ൽ രൂപീകരിച്ച ലോക്കോമോട്ടീവ് സ്റ്റാൻഡേർഡ്സ് കമ്മിറ്റിയാണ് ഈ എഞ്ചിനുകൾ ശുപാർശ ചെയ്തത്. ഈ ക്ലാസുകളിലെ എക്സ്റ്റേഷ് എന്ന ആദ്യ അക്ഷരം ബ്രോഡ് ഗേജ് ട്രാക്കുകൾക്ക് വേണ്ടിയുള്ള രൂപകൽപ്പനയാണ് സൂചിപ്പിക്കുന്നത്. ടെക്സ്റ്റാക്സ് എ ക്ലാസ് ഏറ്റവും ചെറുതും ബ്രാഞ്ച് ലൈനുകളിലെ യാത്രാ സർവീസുകൾക്കായി ഉപയോഗിച്ചിരുന്നതുമാണ്. ടെക്സ്റ്റാക്സ് ബി ലൈറ്റ് പാസഞ്ചർ എഞ്ചിനുകളെയും ടെക്സ്റ്റാക്സ് സി ഭാരം കൂടിയ ദീർഘദൂര പാസഞ്ചർ ട്രെയിനുകൾ വലിക്കാനുള്ള ശക്തമായ എഞ്ചിനുകളെയും പ്രതിനിധീകരിച്ചു. ചരക്ക് നീക്കത്തിനായി ടെക്സ്റ്റാക്സ് ഡി ലൈറ്റ് ഗുഡ്സ് എഞ്ചിനും ടെക്സ്റ്റാക്സ് സി ഏറ്റവും ഭാരം കൂടിയ ചരക്ക് ട്രെയിനുകൾ വലിക്കുന്നതിനുള്ള ഹെവി ഗുഡ്സ് എഞ്ചിനുമായിരുന്നു. അതുപോലെ ടെക്സ്റ്റാക്സ് ടി പോലുള്ള ക്ലാസുകൾ ചെറിയ ദൂരങ്ങളിലെ ഷണ്ടിങ്ങിനും മറ്റുമുള്ള ടാങ്ക് ലോക്കോമോട്ടീവുകളെ സൂചിപ്പിച്ചു. ഈ ഐആർഎസ് ഡിസൈനുകൾ ബാർ ഫ്രെയിമുകൾ, പുറത്ത് ഘടിപ്പിച്ച സിലിണ്ടറുകൾ എന്നിവ പോലുള്ള അമേരിക്കൻ രൂപകൽപ്പനയുടെ സവിശേഷതകൾ ഉൾപ്പെടുത്തി പിൽക്കാലത്ത് ഇന്ത്യൻ റെയിൽവേയിൽ വന്ന ടെക്സ്റ്റാഡബ്ല്യുപി, ടെക്സ്റ്റാഡബ്ല്യുജി തുടങ്ങിയ വിജയകരമായ ക്ലാസുകൾക്ക് ഒരു അടിത്തറയിട്ടു. ക്ലാസ് ലോക്കോമോട്ടീവ്. ടെക്സ്റ്റാക്സ് എ ക്ലാസ് ലോക്കോമോട്ടീവുകൾ ഐആർഎസ് ഡിസൈനുകൾ പ്രകാരം ബ്രോഡ് ഗേജ് ലൈനുകൾക്കായി നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും ചെറിയതും ഭാരം കുറഞ്ഞതുമായ എഞ്ചിനുകളായിരുന്നു. ഇവ പ്രധാനമായും ശാഖാ ലൈനുകളിലെ ബ്രാഞ്ച് ലൈൻ ഭാരം കുറഞ്ഞ യാത്രീഗതാഗതത്തിനാണ് ഉപയോഗിച്ചിരുന്നത്. ഈ ലോക്കോമോട്ടീവുകൾക്ക് 4-6-2 എന്ന ചക്രക്രമീകരണമായിരുന്നു ഉണ്ടായിരുന്നത്. ഇവയുടെ ആക്സിൽ ലോഡ് 13 ടൺ ആയിരുന്നു. കൂടാതെ 180 ടെക്സ്റ്റ് സൈ ബോയിലർ മർദ്ദവും 2 പുറത്തെ സിലിണ്ടറുകളും ഇതിനുണ്ടായിരുന്നു. വൾക്കൻ ഫൗണ്ടറി എന്ന കമ്പനി 1929-നും 1935-നും ഇടയിൽ ആകെ 113 എണ്ണമാണ് ഈ ക്ലാസിൽ നിർമ്മിച്ചത്. ടെക്സ്റ്റാക്സ് ബി ക്ലാസ് ലോക്കോമോട്ടീവുകൾ ബ്രോഡ് ഗേജ് ടെക്സ്റ്റാബിജി ലൈനുകളിൽ ഭാരം കുറഞ്ഞ യാത്രാ സർവീസിനായാണ് ലൈറ്റ് പാസഞ്ചർ ഉപയോഗിച്ചിരുന്നത്. ഇവയുടെ ചക്രക്രമീകരണം 4-6-2 എന്നായിരുന്നു. ഈ എഞ്ചിനുകൾക്ക് 17 ടൺ ആക്സിൽ ലോഡും 180 ടെക്സ്റ്റ് സൈ ബോയിലർ മർദ്ദവും 2 പുറത്തെ സിലിണ്ടറുകളുമാണ് ഉണ്ടായിരുന്നത്. ആകെ 99 എഞ്ചിനുകൾ നിർമ്മിക്കപ്പെട്ടു. ഇതിൽ ഭൂരിഭാഗവും വൾക്കൻ ഫൗണ്ടറി നിർമ്മിച്ചവയാണ്. കൂടാതെ നോർത്ത് ബ്രിട്ടീഷ്, ആംസ്ട്രോങ് വിറ്റ്വർത്ത് എന്നീ കമ്പനികളും കുറച്ച് യൂണിറ്റുകൾ നിർമ്മിച്ചിരുന്നു. ഈ ക്ലാസ് ലോക്കോമോട്ടീവുകൾക്ക് സ്ഥിരതയിലും സ്റ്റെബിലിറ്റി വശങ്ങളിലേക്കുള്ള അനക്കത്തിലും സൈഡ്വേസ് ഓസിലേഷൻ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ പ്രശ്നം കാരണം സംഭവിച്ചതാണ് ബിഹ്ത ദുരന്തം, ബിഹ്ത ആക്സിഡന്റ്. അവിടെ അതിവേഗത്തിൽ ഒരു യാത്രാ ട്രെയിൻ പാളം തെറ്റിയതിനെ തുടർന്ന് 100-ലധികം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഇന്ത്യയിൽ ഈ ക്ലാസിലെ ഒരു ലോക്കോമോട്ടീവും സംരക്ഷിക്കപ്പെട്ടിട്ടില്ല. എങ്കിലും 1994-ൽ ലാഹോറിലെ മോഗുൾപുര വർക്സിൽ നല്ല നിലയിൽ സൂക്ഷിച്ചിരുന്ന ഒരു മുൻ ടെക്സ്റ്റ് ഇബിആർ, ടെക്സ്റ്റ് ഈസ്റ്റ് ബംഗാൾ റെയിൽവേ ടെക്സ്റ്റാക്സ് ബി ക്ലാസ് ലോക്കോമോട്ടീവ് നമ്പർ 450 ഉണ്ടായിരുന്നു. അന്നത്തെ കിഴക്കൻ പാകിസ്ഥാനിൽ ഇന്നത്തെ ബംഗ്ലാദേശ് നിന്ന് അന്ന് പശ്ചിമ പാകിസ്ഥാനിലേക്ക് ഇന്നത്തെ പാകിസ്ഥാൻ അയച്ച ഒരേയൊരു ടെക്സ്റ്റാക്സ് ബി ലോക്കോമോട്ടീവ് ഇതായിരുന്നു. സി ക്ലാസ് ലോക്കോമോട്ടീവുകൾ ബ്രോഡ് ഗേജ് ടെക്സ്റ്റാബിജി യാത്രാ സർവീസുകൾക്കായുള്ള ഒരു ഭാരമേറിയ ഹെവി ഡ്യൂട്ടി എഞ്ചിനായിരുന്നു. ഇത് ടെക്സ്റ്റാക്സ് ബി ഡിസൈനിന്റെ വലിയ പതിപ്പായിട്ടാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. ഇതിന് 19.5 ടൺ ആക്സിൽ ലോഡുണ്ടായിരുന്നു. ഈ ലോക്കോമോട്ടീവുകൾക്ക് 2 പുറത്തെ സിലിണ്ടറുകൾ 23 ടെക്സ്റ്റിൻ ടൈംസ് 28 ടെക്സ്റ്റിൻ ഉണ്ടായിരുന്നു. 1928-നും 1931-നും ഇടയിൽ വൾക്കൻ ഫൗണ്ടറിയും വില്യം ബിയഡ്മോർ ആൻഡ് കമ്പനിയും ചേർന്ന് ആകെ 72 എണ്ണം നിർമ്മിച്ചു. വേഗതയേറിയ ട്രെയിനായ ദി ഫ്ലൈയിംഗ് സ്കോട്സ്മാൻ വലിയ സഹോദരൻ എന്നാണ് ഇവ അറിയപ്പെട്ടിരുന്നത്. എന്നിരുന്നാലും ഉയർന്ന വേഗതയിൽ സ്ഥിരതക്കുറവ് ഉണ്ടായിരുന്നതിനാൽ എഞ്ചിൻ പ്രവർത്തിപ്പിച്ചിരുന്ന ജീവനക്കാർക്കിടയിൽ ഇവ പൊതുവെ അത്ര പ്രചാരത്തിലുണ്ടായിരുന്നില്ല. ഫോട്ടോഗ്രാഫറായ കോളിൻ ഗാരറ്റ് സ്ക്രാപ്പ് ചെയ്യാനായി മാറ്റിവെച്ച അവസാനത്തെ ടെക്സ്റ്റാക്സി ലോക്കോമോട്ടീവുകളിലൊന്നിനെ ഷെഡ് ഫോർമാന്റെ സഹായത്തോടെ ഒളിപ്പിക്കാൻ ശ്രമിച്ചതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്.
എന്നാൽ ആ ശ്രമം പരാജയപ്പെടുകയും ആ എഞ്ചിൻ കണ്ടെത്തുകയും സ്ക്രാപ്പ് ചെയ്യുകയും ചെയ്തു. ലോക്കോമോട്ടീവുകൾ ചിലപ്പോൾ ടെക്സ്റ്റാക്സ് ഡൊമിനിയൻ എന്നും അറിയപ്പെട്ടിരുന്നു. ഇവ ബ്രോഡ് ഗേജ് ടെക്സ്റ്റാബിജി ലൈനുകളിലെ ഭാരം കുറഞ്ഞ ചരക്ക് ലൈറ്റ് ഫ്രൈറ്റ് ആവശ്യങ്ങൾക്കായി വ്യാപകമായി ഉപയോഗിച്ചിരുന്ന ഒരു പ്രധാന എഞ്ചിനായിരുന്നു. ഇവയുടെ ചക്രക്രമീകരണം 2-8-2 എന്നായിരുന്നു. ഈ ക്ലാസിൽ മൊത്തത്തിൽ ഏകദേശം 200 യൂണിറ്റുകൾ നിർമ്മിക്കപ്പെട്ടു. ഇതിന്റെ ഒരു രണ്ടാം ബാച്ച് 1940കളിൽ നിർമ്മിച്ചതുൾപ്പെടെയാണിത്. ഇതിന്റെ ആക്സിൽ ലോഡ് 17 ടണ്ണായിരുന്നു. ഏറ്റവും ശക്തമായ IRS ഡിസൈൻ. ടെക്സ്റ്റാക്സ് ഇ ക്ലാസ് ലോക്കോമോട്ടീവുകൾ ബ്രോഡ് ഗേജ് ടെക്സ്റ്റാബിജി ലൈനുകളിലെ ഭാരം കൂടിയ ചരക്ക് ഹെവി ഫ്രൈറ്റ് ആവശ്യങ്ങൾക്കായി രൂപകൽപ്പന ചെയ്തവയായിരുന്നു. ഇവയെ ചിലപ്പോൾ ടെക്സ്റ്റാക്സ് ഈഗിൾ എന്നും വിളിച്ചിരുന്നു. നിർമ്മിച്ച കാലത്തെ IRS ഡിസൈനുകളിൽ ഏറ്റവും കൂടുതൽ ശക്തിയുള്ള ലോക്കോമോട്ടീവുകൾ ഇവയായിരുന്നു. ഇവയുടെ പ്രധാന സവിശേഷതകളായി 7 അടി വ്യാസമുള്ള ബോയിലറും 210 ടെക്സ്റ്റ് സൈ ബോയിലർ മർദ്ദവും എടുത്തുപറയേണ്ടതാണ്. ഇതിന് 2 പുറത്തെ സിലിണ്ടറുകളുണ്ടായിരുന്നു. കൂടാതെ 22.3 ടൺ ആക്സിൽ ലോഡ് താങ്ങാൻ ഇതിന് കഴിവുണ്ടായിരുന്നു. 1928നും 1930നും ഇടയിൽ വില്യം ബിയർഡ്മോർ ആൻഡ് കമ്പനിയും വൾക്കൻ ഫൗണ്ടറിയും ചേർന്നാണ് ഇവ നിർമ്മിച്ചത്. സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ടെക്സ്റ്റാക്സ് ഇ ഈ ക്ലാസിലെ ടെക്സ്റ്റാക്സ് 3634 നമ്പർ 22541 എന്ന ലോക്കോമോട്ടീവ് പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. റിസ്റ്റോർഡ്. നിലവിൽ ഇത് രേവാരി സ്റ്റീം ഷെഡ് സൂക്ഷിച്ചിട്ടുണ്ട്. ടെക്സ്റ്റാക്സ് ടി ക്ലാസ് ലോക്കോമോട്ടീവുകൾ ബ്രോഡ് ഗേജ് ടെക്സ്റ്റാബിജി ലൈനുകളിൽ ഉപയോഗിച്ചിരുന്ന ഒരു പ്രത്യേകതരം സ്റ്റീം എഞ്ചിനായിരുന്നു. ഇത് ഒരു ലൈറ്റ് ടാങ്ക് ലോക്കോമോട്ടീവായിരുന്നു. ടാങ്ക് ലോക്കോമോട്ടീവുകൾക്ക് വെള്ളവും ഇന്ധനവും സൂക്ഷിക്കാൻ പ്രത്യേക ടെൻഡർ ഉണ്ടായിരിക്കില്ല. പകരം അവ എഞ്ചിൻ ബോഡിയോട് ചേർന്ന് ടാങ്കുകളായി ഘടിപ്പിച്ചിരിക്കും. ഇവയുടെ ചക്രക്രമീകരണം 0-4-2 ടെക്സ്റ്റാറ്റി എന്നായിരുന്നു. ഇത് ഷണ്ടിംഗ് ജോലികൾക്കും ഭാരം കുറഞ്ഞ പാസഞ്ചർ ട്രെയിനുകൾ വലിക്കുന്നതിനും അനുയോജ്യമായിരുന്നു. ഇവയുടെ എടുത്തുപറയേണ്ട ഒരു സവിശേഷത കാപ്രോട്ടി വാൽവ് ഗിയർ ഉപയോഗിച്ചിരുന്നു എന്നതാണ്. 1940കളിൽ അജ്മേർ വർക്ക്ഷോപ്പുകൾ ഈ ക്ലാസിലെ ലോക്കോമോട്ടീവുകൾ നിർമ്മിക്കാൻ ആരംഭിച്ചു. ശേഷിക്കുന്ന ടെക്സ്റ്റാക്സ് സീരീസ് ക്ലാസുകളുടെ സംക്ഷിപ്ത വിവരണം. ശേഷിക്കുന്ന IRS ബ്രോഡ് ഗേജ് സ്റ്റീം ലോക്കോമോട്ടീവ് ക്ലാസുകളായ ടെക്സ്റ്റാക്സ് എഫ്, ടെക്സ്റ്റാക്സ് ജി, ടെക്സ്റ്റാക്സ് എച്ച്, ടെക്സ്റ്റാക്സ് എസ് എന്നിവ ടെക്സ്റ്റാക്സ് എ മുതൽ ടെക്സ്റ്റാക്സ് ഇ വരെയുള്ള പ്രധാന ശ്രേണികളിൽ ഉൾപ്പെടാത്തതോ അല്ലെങ്കിൽ വളരെ കുറഞ്ഞ എണ്ണത്തിൽ നിർമ്മിക്കപ്പെട്ടതോ ആയ പ്രത്യേക വേരിയന്റുകളോ പരീക്ഷണാടിസ്ഥാനത്തിലുള്ള മോഡലുകളോ ആയി കണക്കാക്കപ്പെടുന്നു. ടെക്സ്റ്റാക്സ് എഫും ടെക്സ്റ്റാക്സ് ജിയും പ്രധാനമായും ചരക്ക് അല്ലെങ്കിൽ യാത്രാ ആവശ്യങ്ങൾക്കായി ടെക്സ്റ്റാക്സ് ടി അല്ലെങ്കിൽ ടെക്സ്റ്റാക്സ് ഇ ക്ലാസുകളിൽ വന്ന ചെറിയ പരിഷ്കരണങ്ങളോ അല്ലെങ്കിൽ പ്രാദേശിക ആവശ്യങ്ങൾക്കായുള്ള പ്രത്യേക രൂപകൽപ്പനകളോ ആകാം. ടെക്സ്റ്റാക്സ് എച്ച് ക്ലാസ് സാധാരണയായി കാണപ്പെടാറില്ല. ചില ചരിത്രരേഖകളിൽ ഇത് മറ്റ് ക്ലാസുകളുടെ സങ്കരരൂപങ്ങളായി സൂചിപ്പിക്കപ്പെടുന്നു. ടെക്സ്റ്റാക്സ് എസ് ക്ലാസ് ചിലപ്പോൾ മീറ്റർ ഗേജ് ലോക്കോമോട്ടീവുകളുമായി ബന്ധപ്പെട്ട ക്ലാസുകളിൽ വന്ന അക്ഷരത്തെ ടെക്സ്റ്റാസ് സൂചിപ്പിക്കുന്നതിൽ സംഭവിച്ച ആശയക്കുഴപ്പം മൂലമാകാം, അല്ലെങ്കിൽ ഒരു പ്രത്യേക ചെറിയ ബാച്ച് ബ്രോഡ് ഗേജ് ലോക്കോമോട്ടീവുകളെ സൂചിപ്പിക്കുന്നതാകാം. മൊത്തത്തിൽ ടെക്സ്റ്റാക്സ് ഇ മുതൽ ടെക്സ്റ്റാക്സ് ഇ വരെയുള്ളവയായിരുന്നു ഇന്ത്യൻ റെയിൽവേ സ്റ്റാൻഡേർഡിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ പ്രധാന ശ്രേണി.